الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ രഹസ്യ മേഖലകളിൽ പ്രത്യേകിച്ചും പരസ്യമേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വർഷം ഒന്നിച്ച് ജീവിച്ച ദമ്പതികൾ വേർപിരിയുന്ന, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരാളുടെ കൂടെ ഒളിച്ച് പോകുന്ന സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കൂടുതൽ നമ്മൾ കേൾക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തം എന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ദീനിന്റെ കുറവാണ്. ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് ധാർമ്മിക വിദ്യാഭ്യാസമാണ്. അല്ലാഹ് ആരാണ്? ആ സൃഷ്ടാവിന്റെ മഹത്വം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എന്താണ്? ഇതൊക്കെ കൃത്യമായി ബോധം ലഭിച്ച, മനസ്സിലാക്കിയ, പഠനം നടത്തിയ, നിരന്തരം അത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ദുർമാർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ നൈമിഷികമായിട്ടുള്ള ദുനിയാവിലുള്ള ജീവിതം മാത്രമാണ് എനിക്ക് എന്നും സന്തോഷം നൽകുക എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിരാശകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് തങ്ങൾ ഉദ്ദേശിച്ച സ്വപ്നങ്ങൾ പൂവണിയാതെ വരുന്ന സമയത്ത് കിട്ടിയവന്റെ കൂടെ ഒളിച്ചോടാനും അത്തരത്തിലുള്ള ചാറ്റിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒന്നാമത്തെ ഉത്തരവാദിത്തമുള്ളത് അള്ളാഹിനോടാണ്. അള്ളാഹ് എന്ത് കൽപ്പിച്ചു അത് അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ള നമ്മളെ ബാധ്യത. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അള്ളാഹിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്.
അതുകൊണ്ടാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹിന്റെ റസൂലിനെ, അള്ളാഹുവെ നമ്മൾ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും വഞ്ചിക്കരുത്. അള്ളാഹിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കാൻ പോകരുത്. നിങ്ങളുടെ അമാനത്തുകൾ, നമ്മളൊക്കെ അമാനത്തുകൾ ഏറ്റെടുത്തവരാണ്. ഒരു കുടുംബനാഥ വലിയ അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. വിവാഹം എന്നുള്ളത് ഒരു മീസാഖൻ ഖലീല, ബലിഷ്ഠമായ കരാറാണ്. അള്ളാഹിനോട് നടത്തുന്ന ബലിഷ്ഠമായ കരാറാണ് ഒരു കുടുംബ സംവിധാനം എന്നുള്ളത്. നാട്ടുകാരും ഈ മഹല്ലിലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തം ഭർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്, ഭാര്യ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ വഞ്ചിക്കരുത്. വഞ്ചിക്കാൻ പാടില്ല. വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിന്റെ എന്താണ്, അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ ഖുർആൻ പറയാണ്, വഅലമൂ, നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ്. നിങ്ങൾ വിചാരിച്ച എല്ലാം ഇവിടുന്ന് കിട്ടൂല. നിങ്ങളെ സ്വത്ത് വിചാരിച്ച പോലെ ചിലപ്പോൾ കിട്ടണമെന്നില്ല, നഷ്ടങ്ങളുണ്ടാവും, ബിസിനസ് പൊളിയും. പരീക്ഷണമാണ്. സന്താനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചിലപ്പം ആവണമെന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ക്ഷമ അവലംബിക്കണം. അതുകൊണ്ട് അള്ളാഹുവേയും റസൂലിന്റെയും കൽപ്പനാ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹുവെ വഞ്ചിക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഭാഗത്തു നിന്നോ വിശ്വാസപൂർവം ബാധ്യത ഏൽപ്പിക്കപ്പെട്ട എല്ലാത്തരം കാര്യങ്ങളിലും നടത്തപ്പെടുന്ന കൃത്രിമം, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? അമാനത്തുകളെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തെ അമാനത്തുകൾ നമ്മൾ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവേയും റസൂലിന്റെയും വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക. അള്ളാഹു റസൂൽ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാൻ അനുവാദമില്ല. തെളിവ് നൽകേണ്ടുന്ന സന്ദർഭങ്ങളിൽ മൗനം അവലംബിക്കുക. നമുക്കറിയാം, എന്നാ നമ്മൾ ഉണ്ടാക്കുക. ഇത് അള്ളാഹിനോടും റസൂലിനോടും കൊഞ്ഞനം കാട്ടുന്നതിന് തുല്യമാണ്. ആവശ്യം നേരിടുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിലുള്ള മതവിധി വ്യക്തമാക്കാതെ മൂടിവെക്കുക. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ ഹുക്കുമ ചോദിച്ചു, എന്നിട്ടത് മൂടിവെക്കുക പാടില്ല. അവസരത്തിനൊത്ത് ഫത്വ കൊടുക്കുക പാടില്ലാത്ത കാര്യമാണ്. സക്കാത്തിന്റെ കടമകളിൽ നിന്നും മറ്റും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ധനം കൃത്രിമമായിട്ട് കൈമാറ്റം നടത്തുക. ആ സമ്പത്ത് എനിക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും ഓരോ വർഷവും, അപ്പൊ അത് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇടപാടുകൾ നടത്തുക. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത സന്ദർഭത്തിൽ ഫർളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒഴിവാക്കുക. ഇത് അള്ളാഹിനോടും റസൂലിനോടും നമ്മൾ നടത്തുന്ന വഞ്ചനയാണ്. അന്യരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് നഷ്ടം വരുത്തുന്ന ഇടപെടലുകൾ നടത്തുക പാടില്ല. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയിട്ടുള്ള വസ്തുക്കൾ മൂടിവെക്കുക, അല്ലെങ്കിൽ അതിൽ ഉപേക്ഷ വരുത്തുക ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പുറത്തറിയിക്കുക പാടില്ലാത്ത ഇതൊക്കെ റസൂലിനോടും അള്ളാഹിനോടും നമ്മൾ നടത്തുന്ന വഞ്ചനയാണ്. അതുകൊണ്ട് മുസ്ലിം എന്നുള്ളത് പവിത്രമായ ജീവിതം നയിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. സഹോദരന്മാരെ, വഅലമു അന്നമാ അംവാലക്കും വഔലാദക്കും ഫിത്ന, നിങ്ങൾ അറിയണം, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും, ചിലപ്പോൾ സന്താപം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വസിച്ച ആളുകളെ, നിങ്ങളുടെ സ്വത്താകട്ടെ മക്കളാവട്ടെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. സ്വത്ത് സമ്പാദിക്കുന്നു, സന്താനങ്ങളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ നീങ്ങുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വത്ത് സമ്പാദിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വത്ത് സമ്പാദിക്കുന്ന ഘട്ടത്തിൽ നിസ്കാരത്തിന് സമയമായാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ള നമ്മളുടെ ബാധ്യതയാണ്.
മക്കളെ സ്നേഹിക്കണം, ഒരു സംശയമില്ല, ഭാര്യനെ സ്നേഹിക്കണം, കുടുംബത്തെ നോക്കണം. എന്നാൽ അതിനിടയിൽ ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ ഫർളായ സുന്നത്തായ കാര്യങ്ങൾ മറന്നുപോകാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വ്യഭിചരിക്കുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. എന്താണ് വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞത്? ഇന്ന് പണ്ടുള്ളതുപോലല്ല. ഏതൊരാൾക്കും വ്യഭിചരിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണ് തുറന്നാൽ കാണുന്ന കാഴ്ചകൾ ഒരാളും കാണണ്ടെന്ന് വിചാരിച്ചാൽ പോലും കണ്ടുകൊണ്ടേയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. എന്തുകൊണ്ട്? ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, തീർച്ചയായും അത് ഒരു നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാണ്. സിന എന്നുള്ളത് ചെയ്യരുത്, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. അതിനോട് നിങ്ങൾ അടുത്തു പോകുകയും ചെയ്യാൻ പാടില്ല. ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതർ അവിഹിത ബന്ധങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളെയും ഇസ്ലാം തടയാണ്. മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി പോകും എന്നുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാകാൻ പാടില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലെ സ്വകാര്യമായിട്ടുള്ള സമ്പർക്കങ്ങൾ, പരസ്പരമുള്ള വശീകരണം, ദുർനോട്ടങ്ങൾ, അനാവശ്യ ചാറ്റിങ്ങുകൾ തുടങ്ങിയവ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ചാറ്റിംഗ് എന്നുള്ളത് സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. സ്വകാര്യമായിട്ടൊരാണും പെണ്ണും ഒന്നിക്കുന്ന ഘട്ടത്തിൽ ഫോണിൽ കൂടി നിരന്തരം സംഭാഷണം നടത്തി അവസാനം ഒളിച്ചോട്ടത്തിലേക്കും രതിയിലേക്കും പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് ഫാഹിഷത്താണ്. ഫാഹിഷ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേയറ്റം നീചമായ കാര്യം. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം ഫാഹിഷത്താണെന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ സാധനം വന്നു കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം മനുഷ്യൻ അനുഭവിച്ചേ പറ്റൂ. മനുഷ്യന്റെ ബുദ്ധിക്കും സ്വഭാവത്തിനും ധാർമ്മികതക്കും നിരക്കാത്ത ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരം. അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് ചെയ്യുമ്പോ അത് അവന്റെ ജീവിതത്തെ താറുമാറാക്കി കളയും, അവന്റെ ബയോളജി മാറ്റിക്കളയും. അതുകൊണ്ട് അടുക്കരുത് എന്ന് പറഞ്ഞത്. വസാഅ സബീല, ഏറ്റവും മോശമായ വഴി. ഇത് വ്യക്തിപരവും കുടുംബവും നാശത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുട്ടിയുള്ള, രണ്ടു കുട്ടിയുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടുമ്പോ ഇവിടെ ഒരു വലിയ കുടുംബ തകർച്ച ഉണ്ടാവുന്നുണ്ട്. അതിന്റെ റിസൾട്ട് എന്താകുന്നു ചിന്തിക്കാതെ വൈകാരികതയ്ക്ക് അടിമപ്പെടുകയാണ്. മനഃശാസ്ത്രപരമായിട്ട് പറയുമ്പോ മനുഷ്യന്റെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഡോപ്പമിൻ അതിന്റെ അളവാണ് യഥാർത്ഥത്തിൽ വൈകാരികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുന്നത്. നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ വൈകാരികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുന്നത് ഡോപ്പമിൻ എന്നുള്ള ഒരു ഹോർമോണിന്റെ അളവാണ്. ഒരു തെറ്റായ കാര്യത്തിലേക്ക് മനുഷ്യൻ ഇടപെടുന്ന സന്ദർഭത്തിൽ, അനുസരണക്കേട് കാണിക്കുന്ന സന്ദർഭത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അവൻ അതിൽ പ്രവേശിക്കുക. പെട്ടെന്നൊരാൾ പോയിട്ട് അങ്ങോട്ട് വ്യഭിചരിക്കൂല. ഘട്ടം ഘട്ടമായിട്ട് സംസാരം, നോട്ടം, അതിനുള്ള സമീപനങ്ങൾ. അതുകൊണ്ട് ചെറിയ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകരുത്, സമീപിക്കരുത് എന്ന് പറയുമ്പോൾ വ്യക്തി തന്റെ ചിന്തകൾക്കും പെരുമാറ്റങ്ങൾക്കും കൃത്യമായ അതിർവരമ്പുകൾ പാലിക്കണം. വീട്ടിൽ നമ്മൾ അത്തരം ഒരു മാഹൗൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യപുരുഷനും അന്യ സ്ത്രീയും ഇടകലരുന്ന അത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് പോലും അവസരങ്ങൾ നമ്മൾ സമ്മാനിക്കുമ്പോൾ ഇന്നാളെ കുട്ടിയല്ലേ, കുഞ്ഞുമോന്റെ കുട്ടിയല്ലേ, മറ്റാളെ കുട്ടിയല്ലേ എന്ന് പറയുമ്പോ ആണും പെണ്ണും ഒത്തിട്ടുണ്ടെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അവിടെ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തകർക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. വിശ്വാസവഞ്ചന ദാമ്പത്യത്തിൽ അവിഹിതം കയറി വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഒരു ട്രോമ രൂപീകരിക്കപ്പെടുന്നുണ്ട്. എന്താ ട്രോമ എന്ന് പറഞ്ഞാൽ? തലക്കൊരാൾക്ക് അടിയേറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണ്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിശ്വാസവഞ്ചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ രൂപീകരിക്കപ്പെടുക ആ ഒരു ട്രോമയാണ്. അതുകൊണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നു. ബാപ്പിയും ഉമ്മയും മാത്രമല്ലല്ലോ, അവർക്ക് മക്കളുണ്ടല്ലോ. അതുകൊണ്ട് മാതാപിതാക്കൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ഒളിച്ചോടുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് മാനസികാരോഗ്യമാണ്. അവർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നു, അവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു.
പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നു, ബന്ധങ്ങളിൽ ഒരു വിശ്വാസവും ഇല്ലാതെയാവുന്നു. കുട്ടികൾ പറയും എനിക്ക് കല്യാണമേ വേണ്ട, കാരണം വാപ്പയും ഉമ്മയും തമ്മിൽ ജീവിച്ച രീതി കണ്ടിട്ടാണ് കുട്ടി ഈ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. ആക്രമണവാസന വയലന്റ് ആവുന്നു, ക്രിമിനൽസ് ഉണ്ടാകുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ഉണ്ടാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ്. അതുകൊണ്ട് കഫാബിൽ മർഇ ഇന്നമാഅൻ യുളയ്യ മൻ യഖൂത്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഒരാൾ താൻ സംരക്ഷിക്കേണ്ടവരെ പാഴാക്കി കളയുന്നത് തന്നെ അവൻ കുറ്റക്കാരനാവാൻ ധാരാളമാണ്. നമ്മൾ ഏറ്റ ഒരു ചുമതലയാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ. അവർക്ക് കൃത്യമായ സംരക്ഷണവും പരിരക്ഷയും ഒരുക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ അമാനത്ത് നാളെ ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഇവിടെ അമ്മായിമ്മ പോരുണ്ടാവും, ചിലപ്പം ഭർത്താവ് ചിലപ്പോൾ മോശമായി പെരുമാറി എന്ന് വരാം. എന്നാൽ നൈമിഷികമായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഓള് മനസ്സിലാക്കണം, ഓന് മനസ്സിലാക്കണം, കുല്ലുക്കും റാഇൻ, നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്. ഭർത്താവ് ഭരണാധികാരിയാണ്, ഭാര്യ ഭരണാധിപയാണ്. ഭർത്താവ് ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. ഭർത്താവിന്റെ ആ ഒരു കാര്യത്തെ പോലെ തന്നെ ഭാര്യയും ചോദ്യം ചെയ്യപ്പെടും. മക്കളെ മര്യാദക്ക് നോക്കിയോ, ഭർത്താവിനെ പൂർണ്ണമായി സംരക്ഷിച്ചോ, അദ്ദേഹത്തെ അനുസരിച്ചോ, അതൊക്കെ ഓളോടും ചോദിക്കപ്പെടും. അതുകൊണ്ട് ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്, നല്ല പെണ്ണുങ്ങൾ ആരാണ്? അനുസരണശീലമുള്ളവരാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനം വന്നതോടുകൂടി കുടുംബ ജീവിതത്തിന്റെ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരും ആരെയും അനുസരിക്കേണ്ടതില്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പന എന്താണത്? ഒരു സമൂഹത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ ആണ് എന്ന് പറഞ്ഞാൽ സായക്കാണ്, അയാൾ ഡ്രൈവറാണ്. കുടുംബ ജീവിതത്തിന്റെ ആ ഒരു നേതൃത്വം, ആ ഒരു ചെയർമാൻഷിപ്പ് ആ ഭർത്താവിനുണ്ട്, അയാളെ അനുസരിച്ചേ പറ്റൂ. എന്നാൽ പെണ്ണിന് പെണ്ണിന്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. നല്ല പെണ്ണാരാണ്? അനുസരണശീലമുള്ളവളാണ്. അള്ളാഹു കാത്തു സൂക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കാത്തു സൂക്ഷിക്കുന്നവളാണ്. അവളുടെ പാതിവൃത്തം, ചാരിത്രം സൂക്ഷിക്കേണ്ടവളാണവൾ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നമ്മോടുള്ള കൽപ്പനയാണ്. നിങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, കുടുംബത്തിന്റെ കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. നിങ്ങൾ വൈകാരികമായിട്ടുള്ള ഒരവസ്ഥയിൽ അങ്ങോട്ട് ചാടിയിറങ്ങുക. ആ സമയത്ത് നിങ്ങൾക്ക് മക്കളുണ്ട്, ആ മക്കൾ എന്തായിത്തീരും എന്ന് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഖൂ അൻഫുസകും, നിങ്ങൾ സ്വന്തത്തെ രക്ഷിക്കണം. എന്തിൽ നിന്ന്? നരകത്തിൽ നിന്ന്. വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും. വഖൂദുഹന്നാസ് വൽ ഹിജാറ, ഏതാണ് ആ തീ, ഏതാണ് ആ നരകം? മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കപ്പെട്ട ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള കൽപ്പന സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നിർദ്ദേശിച്ച ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന ആരാ? വെറുതെ ഉണ്ടാകണമല്ല, അവിടെ പിശാചും സംഘവും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് സ്വഹീഹായ ഹദീസിൽ അള്ളാഹിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഈ ഒരു ബോധം ആണിനും വേണം, പെണ്ണിനും വേണം. എന്തിനാ സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യാൻ പറഞ്ഞത്? പൈശാചികമായ ഇടപെടലുകൾ വീട്ടിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു റെമഡിയൽ മെഷർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. ഒരു പരിഹാരമാണ്. അള്ളാഹു റസൂലും കൽപ്പിച്ച കാര്യം നമ്മളെ വീട്ടിൽ ഇല്ലാത്തതാണ് പൈശാചിക ഇടപെടലുകൾ വരുന്നത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ്, ഇന്ന ഇബ്ലീസ് യളഉ അർശഹു അലൽ മാ ثم يبعث سراياه فأغناهم منه منزلة أعظمهم فتنة يجيء أحدهم فيقول فعلت كذا وكذا فيقول ما صنعت شيء قال ثم يجيء أحدهم فيقول ما تركته حتى فرقت بينه وبين امرأته قال فيذنيه منه ويقول نعم أنت. അല്പം സുദീർഘമായ ഹദീസിന്റെ സാരം ഇതാണ്. ഇബ്ലീസ് തന്റെ സിംഹാസനം വെള്ളത്തിന് മീതെ സ്ഥാപിക്കുന്നു. സമുദ്രങ്ങളിലൊക്കെ ഇബ്ലീസ് ഓന്റെ സിംഹാസനം സ്ഥാപിക്കുന്നു.
എങ്ങനെ സ്ഥാപിക്കാൻ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്നിട്ട് അവൻ തന്റെ സൈന്യത്തെ മനുഷ്യരെ വഴിതെറ്റിക്കാൻ അയക്കുന്നു. അവന് ഒരാളല്ല ഇബ്ലീസ് എന്ന് പറഞ്ഞത്, ഒരു ബറ്റാലിയനാണ്. ആ ബറ്റാലിയനെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ അയക്കുന്നു. അവരിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നവനാണ് ഇബ്ലീസിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇബ്ലീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവുണ്ട്. ആരാണത്? ഏറ്റവും കൂടുതൽ ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് അവാർഡ്. അങ്ങനെ അവരിൽ ഒരാൾ വന്ന് പറയും, ഇബ്ലീസ് ഓരോരുത്തരെങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ട് മനുഷ്യന്മാരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരാൾ നിസ്കരിക്കാൻ പോണ്, ഓനെ പിടിച്ചോ. അപ്പൊ കാണും ഒരു ഫോൺ വരുന്നു. ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ, പള്ളിക്ക് കയറുന്ന സമയത്താ ചെയ്താൻ വരിക, പിടിച്ച്. അപ്പോ ഭയങ്കര സംഭവം. എന്റെ ആ കോള് അല്ല ഇതിലോട്ട് കുടുക്കി 5 അവിടെ നിന്നോ, ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ വന്നിട്ട് പറയും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇബ്ലീസ് പറയും നീ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് കറക്റ്റാണ്, പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. വേറൊരാൾ വന്നിട്ട് പറയും, ഇബ്ലീസിൽ തന്നെ വേറൊരാൾ വന്നിട്ട് പറയും, ഒരാൾ അവന്റെ ഭാര്യയുമായി തെറ്റിക്കുന്നത് വരെ ഞാൻ അവരെ വിട്ടിട്ടില്ല, ഡൈവേഴ്സ് ഉണ്ടാക്കിയാണ്, ഭാര്യനും ഭർത്താവിനും തമ്മിൽ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അപ്പ ഇബ്ലീസ് അവനെ ഒന്നുകൂടി അടുപ്പിച്ച് കണ്ടു നിർത്തും. എന്നിട്ട് പറയും നീയാണ് കാമൻ, ഇതാണ് നേതാവ്. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സഹിയായിട്ടുള്ള ഹദീസാ. എന്താ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കുടുംബത്തെ ശിഥിലമാക്കുക, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ള അവന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മളെ ഇടയിൽ ഇബ്ലീസ് വരുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് ചൊല്ലാൻ, പ്രാർത്ഥനകൾ ചൊല്ലാൻ, അള്ളാഹുവിൽ ശരണം ചോദിക്കാൻ, ചെറിയ തെറ്റുകളൊക്കെ അങ്ങോട്ടും കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിലെല്ലാം പൂർണ്ണമല്ല കൂട്ടരെ. എത്ര നല്ല ഭാര്യയാണെങ്കിൽ അതിന് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും, എത്ര നല്ല ഭർത്താവാണെങ്കിലും ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ ഒളിച്ചോട്ടത്തിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര പരിഗണന കിട്ടില്ല, സ്നേഹം കിട്ടില്ല, ശ്രദ്ധിക്കുന്നില്ല, പണ്ടുള്ള ആ അടുപ്പൊന്നുമില്ല. കുറച്ചൊക്കെ കുറവുണ്ടായേക്കാം, ഇല്ലാന്ന് പറയില്ല. ഭർത്താക്കന്മാരടുത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ഒരു ഖുത്ബയെ കൂടി ഒന്നും പറയാൻ പറ്റൂല. ഒരുപാട് തകരാറ്. ആണുങ്ങളെ ധാരണ എന്താ അറിയോ? ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഒക്കെ തേനവരാണ്. ഒരുപാട് തകരാറുള്ളവരാണ് പുരുഷന്മാർ. ഞാൻ എന്നെ കുറിച്ച് തന്നെ ഈ പറയുന്നത്. ഈ സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ആ മനസ്സിലാക്കാതെ പോകുന്നത് തന്നെയാണ് ഇത്തരം ഒളിച്ചോട്ടങ്ങൾക്ക് കാരണം. അല്ലാതെ കാമപൂർത്തീകരണം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമന്റ് അടിക്കുമ്പോ ഒരു സയൻസ് പറയാത്തവരാണ് അത്തരം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുക, അവർക്ക് കരുതൽ കൊടുക്കുക, അവരെ നമ്മൾ തലോടുക, അവരെ നമ്മൾ പ്രശംസിക്കുക, അവരെ നമ്മൾ പരിഗണിക്കുക. നമ്മളെ വീട്ടിൽ 24 hours വർക്ക് ചെയ്യുന്ന അവർക്ക് വേണ്ട പരിഗണന നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചങ്ങായി വിളിക്കുമ്പോഴേക്കും അവന്റെ ആ ചാറ്റിങ്ങിൽ കുടുങ്ങി പോയേക്കാം. അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ വരാതിരിക്കാനുള്ള ആ ഒരു മുൻകരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് توفنا مسلما وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه.